ഇത് വലിയ നോമ്പിൻ്റെ കാലമാണ്. പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ നാം ദൈവവുമായി കൂടുതൽ അടുക്കുന്ന ദിനങ്ങൾ. കേവലം ഭക്ഷണത്തിൽ മാത്രം നിയന്ത്രണം വരുത്തുന്നു എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാനധർമ്മങ്ങൾ നടത്തുക എന്നത്. വിശുദ്ധ ബൈബിളിൽ 2 കൊരിന്ത്യർ 8:7 ധർമ്മകാര്യത്തിൽ നിങ്ങൾ മുന്തി വരുവിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ മുമ്പിലായിരിക്കണം എന്നു തന്നെയാണ് പ്രസ്തുത വചനത്തിൻ്റെ കാതൽ. നോമ്പ് ദിനങ്ങളിൽ നാം ജീവിതക്രമങ്ങളിലും ഭക്ഷണ രീതികളിലുമെല്ലാം മിതത്വം പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം നമ്മുടെ ചുറ്റിലും വേദന അനുഭവിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കുമായി മാറ്റിവെക്കാം. സാമ്പത്തിക സഹായത്തിനുമപ്പുറം നൊമ്പരപ്പെടുന്നവൻ്റെയും ദുരിതം അനുഭവിക്കുന്നവൻ്റെയും ഒപ്പം കുറച്ച് സമയം ചിലവഴിച്ചാൽ, അവരുടെ ആവലാതികൾ കേൾക്കാൻ നാം തയ്യാറായാൽ, അവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിച്ചാൽ, അതുതന്നെയാണ് നോമ്പിലെ ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി. നോമ്പിൻ്റെ ഈ നല്ല നാളുകളിൽ ഈ ചിന്ത നിങ്ങളിലും തളിരിടട്ടെ.